കിഡ്നി ഡിസീസിനെ പറ്റി ഉള്ള ഒരു 4 പാർട്ട് സീരീസാണ്. അതിൽ 4 പാർട്ടിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കിഡ്നി ഡിസീസ് എന്താണെന്നും അത് എങ്ങനെയൊക്കെയാണ് അത് ഉണ്ടാവുക എന്നുള്ളതുമാണ്. അടുത്ത പാർട്ട്, രണ്ടാമത്തെ പാർട്ട്, എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആയിട്ടുള്ളതും എന്തെങ്കിലും സർജറി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും. പിന്നെ മൂന്നാമത്തത് കിഡ്നി ഡിസീസ് ഉള്ളവർക്ക് അതിൻ്റെ ഒപ്പം വരുന്ന വേറെ അസുഖങ്ങൾ ഏതൊക്കെയാണെന്നും അതേപോലെ തന്നെ കിഡ്നി ഡിസീസ് വന്നു കഴിഞ്ഞിട്ട് പിന്നീട് വരുന്ന കോംപ്ലിക്കേഷൻസ്, കിഡ്നി ഡിസീസ് കാരണം വന്ന് കൂടുന്ന കോംപ്ലിക്കേഷൻസിനെ പറ്റിയും എങ്ങനെയാണ് ജീവിതശൈലി ക്രമീകരണം ഈ കോംപ്ലിക്കേഷൻസും ഈ പറഞ്ഞ വേറെ അസുഖങ്ങൾക്കും ഒക്കെ എങ്ങനെയാണ് വ്യത്യാസം വരുത്താൻ സാധിക്കുക എന്നുള്ളത്. നാലാമത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, എങ്ങനെയാണ് കിഡ്നി ഡിസീസും കൂടെ വരുന്ന വേറെ മറ്റ് അസുഖങ്ങളും പിന്നെ കിഡ്നി ഡിസീസിൻ്റെ കോംപ്ലിക്കേഷൻസും എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്, റിവേഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനേജ് ചെയ്യുന്നത്. ആദ്യത്തെ സെഗ്മെൻറ്റിൽ നമ്മുടെ ആദ്യത്തെ ചോദ്യം തന്നെ കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്, അതുപോലെ ഏതൊക്കെ ടൈപ്പായിട്ടാണ് കിഡ്നി ഡിസീസുകൾ ഉള്ളത്. കിഡ്നി ഡിസീസ് ഏതൊക്കെ ടൈപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് 2 ടൈപ്പ് എന്നാണ് പറയാൻ പറ്റുക. അതിൽ ഒന്ന് പെട്ടെന്ന് വരുന്നത്, അത് ഇതിനെ വീക്ക് കിഡ്നി ഫെയിൽ ചെയ്ത് ഡയാലിസിസ് വേണ്ടി വരുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകും. മറ്റത് വളരെ ഗ്രാജുവലായിട്ട് 10, 20, 30, 40 വർഷം കൊണ്ട് ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. അത് പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. യൂഷ്വലി അക്യൂട്ട് വരുന്നത് നമ്മൾ എന്തെങ്കിലും പെട്ടെന്നുള്ള ഒരു ടോക്സിൻ എക്സ്പോഷർ വരുമ്പോഴാണ്. അത് മരുന്നുകളാകാം, ആൻറ്റിബയോട്ടിക് പോലെയുള്ള അല്ലെ കീമോതെറാപ്പി പോലെയുള്ള മരുന്ന്, ഓർ ഈ ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ വരുന്ന, അതായത് ഇൻവെസ്റ്റിഗേഷൻസിൻ്റെയൊക്കെ കോൺട്രാസ്റ്റ് നെഫ്രോപ്പതി എന്ന് പറയുന്നത്. പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ട് അത് ആ ഇൻഫെക്ഷൻ്റെ പാർട്ടായിട്ടും ആകാം, അല്ലെങ്കിൽ ഒരു കിഡ്നി ഇൻഫെക്ഷൻ ബാധിച്ചിട്ട് വരാം, അല്ലെങ്കിൽ അതിൻ്റെ ടോക്സിൻസ്, എൻഡോടോക്സിൻസിൻ്റെ ഭാഗമായിട്ട് ബേസിക്കലി പലതരം ടോക്സിൻസ്. അതുപോലെ ഈവൻ പാമ്പ് കടിച്ചാൽ ഈ ബീ സ്റ്റിങ്ങുകളൊക്കെ വരുമ്പം ചിലപ്പം ചിലർക്ക് അങ്ങനെയൊക്കെ വരാം. അപ്പം അതാണ് അക്യൂട്ട് എന്ന് പറയുന്നത്. അത് യൂഷ്വലി നമ്മൾ കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും നല്ല ഡയാലിസിസും ഒക്കെ ചെയ്താൽ മിക്കവാറും അത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അത് കറക്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാം. പിന്നെ ചിലതിൽ ഈ ഡീഹൈഡ്രേഷൻ കൊണ്ടും വരാം. അതും ഈ പെട്ടെന്ന് ഒത്തിരി ബ്ലഡ് ലോസ് വരിക, അല്ലെങ്കിൽ ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ വന്നും വരാം. ഇതൊക്കെ നമുക്ക് കറക്റ്റ് മോഡേൺ മെഡിക്കൽ മാനേജ്മെൻറ്റ് വെച്ച് റിവേഴ്സ് ചെയ്ത് കിഡ്നി ഫങ്ഷൻ തിരിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ക്രോണിക് റീനൽ ഫെയിലിയറിൻ്റെ മെയിൻ റീസൺസ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആണ്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, റീനൽ റിപ്പീറ്റഡ് റെക്കറൻറ്റ് റീനൽ സ്റ്റോൺ, ആത്രോസ്ക്ലെറോസിസ്, ഈ ഹാർട്ട് ഡിസീസും, പിന്നെ നമ്മൾ ഈ ക്രോണിക്കായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് ഉണ്ട്. അങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾക്ക് ക്രോണിക് ഡിസീസ് വരാം. അതിനകത്ത് നമ്മൾ അതെല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പം നമ്മൾ ലൈഫ് സ്റ്റൈൽ റിവേഴ്സ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ഈ അത് എങ്ങനെയെന്നുള്ളത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ്, ഡിസീസ് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് മാത്രമല്ല വരുന്നത്, അതിൻ്റെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സും കൂടെ കണ്ടുപിടിച്ച് അതിനെ റിവേഴ്സ് ചെയ്യാനുള്ള എഫർട്ട് എടുക്കണം എന്നുള്ളതാണ്. ശരിക്കും ഈ കിഡ്നി ഡിസീസിൻ്റെ കാര്യം പറയുമ്പോൾ പലപ്പോഴും അതിൻ്റെ സിംറ്റംസ് ചിലപ്പം വേറെ പല അസുഖങ്ങളുടെയും സിംറ്റംസ് പോലെ ആവാം. അപ്പം ശരിക്കും ഇത് തിരിച്ചറിയുന്നത് എങ്ങനെയാണ്? കൂടാതെ ഈ പറയുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ മാത്രമാണ് ശരിക്കും കിഡ്നി ഡിസീസിൻ്റെ കറക്റ്റ് സ്റ്റാറ്റസ് നമുക്ക് അറിയിക്കാൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടാണ്? ബേസിക്കലി കിഡ്നി ഡിസീസിൽ കിഡ്നി ഫെയിൽ ചെയ്താൽ കഴിഞ്ഞ്, അതായത് റീനൽ കിഡ്നി ഡിസീസിന് ജനറലി 5 സ്റ്റേജായിട്ടാണ് പറയുന്നത്. ഈ 5 സ്റ്റേജിൽ തുടക്കത്തിൽ സ്റ്റേജ് 1, 2, 3, ഈവൻ 4, ഈവൻ 5ൻ്റെ തുടക്കത്തിൽ പോലും ഒരു സിംറ്റം ഉണ്ടാവില്ല. പിന്നെ ഏർലി സിംറ്റംസ് എന്ന് പറയാവുന്നത്
ഒരു ക്ഷീണം അല്ലെങ്കിൽ ചെറിയ നീര്, പ്രത്യേകിച്ച് നമ്മൾ ജനറലി പറയും ഏർലി മോർണിംഗ് പഫി ഫേസ്, അതായത് രാവിലെ എഴുന്നേൽക്കുമ്പം കണ്ണും മുഖമൊക്കെ വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നത്. ഇതൊക്കെയാണ് നമുക്കൊരു, പിന്നെ കാലിന് നീര് വരാം, അതൊക്കെയാണ് നമ്മളൊരു യൂഷ്വൽ സിംറ്റം ആയിട്ട് വരുന്നത് ഫെയിലിയറിലേക്കുള്ളത്. പിന്നെ നമ്മളുടെ ഈ സ്റ്റോണിൻ്റെ വേദന, അല്ലെങ്കിൽ മൂത്രത്തിൽ പത വരിക, മൂത്രത്തിൽ കളറ് വ്യത്യാസം വരിക, ഒരു റെഡിഷ് യൂറിൻ വരിക, ഇപ്പം നെഫ്രൈറ്റിസ്, അതുപോലെ പ്രോട്ടീൻ ലോസ് വരുന്നത്, അതൊക്കെയാണ് വരുന്നത്. പക്ഷെ ബേസിക് മേജർ സിംറ്റംസ് വരുമ്പോഴേക്കും നമ്മൾ കിഡ്നി ഫങ്ഷൻ കംപ്ലീറ്റ് പോയിട്ടുണ്ടായിരുന്നു. യൂഷ്വലി കൊച്ചു പിള്ളേർക്കൊക്കെ ചിലപ്പോൾ ഈ നെഫ്രൈറ്റിസിനൊക്കെ പ്രഷറും മൂത്രത്തിലെ കളർ വ്യത്യാസമൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോം വന്നു കഴിഞ്ഞാൽ നീര് വരുന്നത് അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ യൂഷ്വലി വരുന്ന അഡൾട്ടിൽ വരുന്ന ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും IgA നെഫ്രോപ്പതിയും ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ എൻഡ് സ്റ്റേജിൽ മാത്രമേ നമ്മൾ അതിൻ്റെ സിംറ്റംസ്, കിഡ്നിയുടെ സിംറ്റംസ് കാണിക്കാൻ തുടങ്ങുള്ളൂ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ശരിക്കും ഈ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് കിഡ്നിയുടെ പ്രോബ്ലം ഉണ്ടാവാം, അതുപോലെ തന്നെ കിഡ്നിയുടെ പ്രോബ്ലം ഉള്ളവർക്ക് ഹാർട്ടിനെയും അത് ബാധിക്കും എന്നൊക്കെ പറയും. അപ്പം ശരിക്കും ഹാർട്ട് പേഷ്യൻസ് ഈ അവരുടെ കിഡ്നിയുടെ ആരോഗ്യത്തെ പറ്റി എന്താണ് മനസ്സിലാക്കേണ്ടത്? ഹാർട്ടിന് പ്രോബ്ലം വരുന്നത് സാധാരണ നമ്മുടെ കോമൺ ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്ന കൊറോണറി ആർട്ടറി ഡിസീസാണ്. അതായത് ഹാർട്ടിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ബോഡിയിൽ ഏകദേശം 6000 മൈൽസ് രക്തക്കുഴലുകളുണ്ട്. കൊറോണറി ആർട്ടറി എന്ന് പറഞ്ഞാൽ അതിനകത്ത് വളരെ ചെറിയ പാർട്ടാണ് ഹാർട്ടിലേക്കുള്ളത്. ഇതിൽ മാത്രമല്ല ഈ ബ്ലോക്ക് ഉണ്ടാകുന്നത്, അത് എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ കൊഴുപ്പിനടിയാനായിട്ട് ഹാർട്ടിൻ്റെ രക്തക്കുഴലുകൾക്ക് മാത്രമല്ല പ്രിഫറൻസ്, എല്ലായിടത്തും അത് അടിയും. അത് കിഡ്നിയിലേക്കും വരും. കിഡ്നിയുടെ രക്തക്കുഴലുകളിലേക്ക് വരുമ്പോൾ കിഡ്നിയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് യൂഷ്വലി BP കൂടാൻ തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. കിഡ്നിയിലേക്ക് രക്തക്കോട്ടം കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കിഡ്നി ഒരു റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പുറത്തേക്ക് വിടും. അത് ബ്ലഡ് പ്രഷർ കൂട്ടും. കാരണം കിഡ്നിക്ക് കൂടുതൽ ബ്ലഡ് കിട്ടണം. കിഡ്നി മനസ്സിലാക്കുന്നത് കിഡ്നിക്ക് മാത്രമല്ല എല്ലാ അവയവങ്ങൾക്കും ബ്ലഡ് കിട്ടുന്നത് കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഹാർട്ട് കൂടുതൽ, ഇപ്പം കിഡ്നി പറയും ഹാർട്ടിനോട് കൂടുതൽ പമ്പ് ചെയ്യാൻ പറയും. പിന്നെ വോളിയം കുറവാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് ബോഡിക്ക് പ്രത്യേക മെക്കാനിസങ്ങളുണ്ട്. ഡീഹൈഡ്രേഷൻ ആണെങ്കിൽ ബാക്കി അത്യാവശ്യം ഇല്ലാത്തടത്തോട്ടുള്ള രക്തക്കുഴലുകളൊക്കെ ചുരുങ്ങും. അപ്പോൾ അങ്ങനെ നമുക്ക് ബോഡിക്ക് അതിനൊരു ഹീമോസ്റ്റസിസ് മെക്കാനിസം ഉണ്ട്. ഞാൻ അതിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. അപ്പം കിഡ്നിക്ക് ബ്ലഡ് പ്രഷർ കൂടിയാലും ഹാർട്ടിനാണ് വർക്ക് ലോഡ് കൂടുക. അപ്പം വർക്ക് ലോഡ് കൂടുമ്പോൾ എന്ത് പറ്റും, നമുക്ക് കൂടുതൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മസിൽ വീർത്ത് വരുമല്ലേ, ഹാർട്ടിൻ്റെ മസിൽ വീർത്ത് വരും. അതാണ് നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി എന്നൊക്കെ പറയുന്നത്. ഇപ്പം ഹാർട്ടിൻ്റെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ഹാർട്ടിൻ്റെ കൂടുതൽ മസിൽ വന്നു കഴിയുമ്പോൾ മസിലിലേക്ക്, പക്ഷെ ഹാർട്ടിൻ്റെ രക്തക്കുഴൽ ബ്ലോക്കായിട്ടിരിക്കുക, മസിൽ ഒത്തിരി ഉണ്ട്, അതിന് കൊടുക്കാൻ ബ്ലഡ് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. അപ്പം നമ്മൾ ഹാർട്ട് പേഷ്യൻസ് എപ്പോഴും റീനൽ ഫങ്ഷനും കൂടെ നോക്കുക. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ പേഷ്യൻസിന് നമ്മൾ ഹാർട്ടിന് പ്രോബ്ലം അറ്റാക്ക് വന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ പോയി ഈ റീനൽ ഫങ്ഷനൊന്നും ആരും അത്ര നോക്കില്ല. അപ്പോൾ പോയി നമ്മൾ ആൻജിയോഗ്രാം ചെയ്യും, അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യും. അതിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് ഇഞ്ചെക്ട് ചെയ്യേണ്ടി വരും. അത് കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പം അത് തുടക്കം ഈ അറ്റാക്ക് പോലെ വന്ന സമയത്ത് ശരിക്കും റീനൽ ഫങ്ഷൻ സ്റ്റേജ് 2 എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ അത് 3ലേക്ക് പോകും. 3 ഉള്ളവരാണെങ്കിൽ 4ലേക്ക് പോകും. 4 ഉള്ളവരാണ് സ്റ്റേജ് 5 റീനൽ ഫെയിലിയറിലേക്ക് പോകും. അപ്പം നമ്മൾ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഹാർട്ട് പേഷ്യൻസ്, പ്രത്യേകിച്ച് കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർ, ഡയബറ്റീസിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഹൈപ്പർ ടെൻഷന് മരുന്ന് കഴിക്കുന്നത്, ഇവരൊക്കെയാണല്ലോ ഹാർട്ട് പേഷ്യൻ്റായി മാറുന്നത്. ഇവരെല്ലാം കിഡ്നി ഫങ്ഷൻ നോക്കണം. അവരുടെ GFR എന്താണെന്നും അതുപോലെ ഐറിബുമിനൂറി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും കൂടെ നോക്കി വയ്ക്കുക. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിതൊക്കെ റിവേഴ്സ് ചെയ്യാവുന്ന അസുഖമാണ്. ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ശരിക്കും ഇതിനൊന്നും നമ്മൾ കറക്റ്റായിട്ട് ഇതൊക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. കറക്റ്റായിട്ട് ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിനൊന്നും നമ്മൾ മരുന്ന് കഴിക്കേണ്ട കാര്യമില്ല. മരുന്നുകളെല്ലാം നമുക്ക് കിഡ്നിക്ക് ഓവർലോഡാണ് വരുത്തുന്നത്. അപ്പോൾ അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ബേസിക്കലി നമ്മൾ ഡിസീസ് റിവേഴ്സ് ചെയ്യാൻ ഏറ്റവും പ്രധാനം നമ്മൾ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്ത് കിഡ്നിയുടെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് അറിയാം. പ്രത്യേകിച്ചും എന്തിനെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ അവരെല്ലാം അത് നോക്കിയിരിക്കണം.
ഈ ഹോർമോൺ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇപ്പം വളരെ കൂടി വരുന്നൊരു കാര്യമാണല്ലോ. അതേസമയം ഈ കിഡ്നിയുടെ അസുഖമുള്ളവർക്ക് ഹോർമോൺ പ്രശ്നങ്ങളും അതുപോലെ ഹോർമോൺ പ്രശ്നങ്ങളുള്ളവർ കിഡ്നി പ്രോബ്ലം ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണ് ഈ കിഡ്നി ഹോർമോൺസുമായിട്ടുള്ള കണക്ഷൻ? ഈ ഹോർമോൺസ് ഒക്കെ നമ്മൾ ഓൾ ഓവർ ദ ബോഡിയാണ് ആക്ട് ചെയ്യുന്നത് ബേസിക്കലി. ഇപ്പം തൈറോയിഡ്, അതിനൊരു റോള് കിഡ്നിയിലുണ്ട്. അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി എന്നുള്ള അല്ല ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺസ് എല്ലാം നമ്മളെ കൺട്രോൾ ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം കിഡ്നി ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും കരുതുന്ന ഒരു കിഡ്നി ഒരു എക്സ്ക്രീറ്ററി ഓർഗൻ മാത്രമാണെന്നാണ്. പക്ഷെ ബേസിക്കലി കിഡ്നി ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡും കൂടെയാണ്. കിഡ്നിയാണ് റെനിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാക്കുന്നുണ്ട്. റെനിൻ, ആൻജിയോടെൻസിൻ, ആൾഡോസ്റ്ററോൺ മെക്കാനിസം. ആൻജിയോടെൻസിൻ ഉണ്ടാക്കുന്നത് ലിവറാണ്, അതും ഒരു ഹോർമോണാണ്. നമ്മൾ ലിവറിനെയും അങ്ങനെ ഒരു ഹോർമോണൽ ഗ്രന്ഥി എന്ന് കാണുന്നില്ല. പിന്നെ ആൾഡോസ്റ്ററോൺ, അത് നമ്മുടെ കിഡ്നിയുടെ മുകളിലിരിക്കുന്ന ഒരു അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞ അതിലാണ് ഉണ്ടാക്കുന്നത്. ഇവർ 3 പേരുമാണ് ഇതിൻ്റെ മെയിൻ പ്ലേയേഴ്സ്. ബ്ലഡ് വോളിയവും ബ്ലഡ് പ്രഷറും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. ബ്ലഡ് സർക്കുലേഷൻ്റെ, അതിൻ്റെ ഈവൻ ഹാർട്ട് ബീറ്റിനെയൊക്കെ നിയന്ത്രിക്കുന്നതിൽ ഇവരാണ് ഒരു മെയിൻ പങ്ക് വഹിക്കുന്നത്. അതുകൂടാതെ ഹാർട്ടിൽ നിന്നുള്ള ഹോർമോൺസ് ഉണ്ട്, ANP എന്ന് പറഞ്ഞ്. പിന്നെ ബ്രെയിനിൽ നിന്ന് വരുന്ന പിറ്റ്യൂട്ടറി എന്നുള്ള ആൽഡോസ്റ്ററോൺ. ഈവൻ ദിസ് റെനിൻ, ആൻജിയോടെൻസിൻ. ഈ ആൻജിയോടെൻസിന് റോളുണ്ട് ലങ്സും ഒരു ആൻജിയോടെൻസിൻ്റെ വേറൊരു മോർ ആക്റ്റീവ് ഫോമാക്കി മാറ്റുന്നുണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ഹോർമോൺ ഒരിടത്ത് മാത്രമല്ല വർക്ക് ചെയ്യുന്നത്. ഈവൻ അത് ഡിഫറെൻറ്റ് ലെവലിലാണ്, ഡിഫറെൻറ്റ് ഓർഗനുകൾ വഴിയാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു കിഡ്നി ഉണ്ടാക്കുന്ന വേറൊരു മെയിൻ ഹോർമോൺ എന്ന് പറയുന്നത് എരിത്രോപോയറ്റിനാണ്. എരിത്രോപോയറ്റിനാണ് നമ്മുടെ ചുമന്ന രക്താണുക്കളും ഹീമോഗ്ലോബിനും ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഹീമോഗ്ലോബിൻ്റെ കുറവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കിഡ്നി ഫെയിലിയറിലേക്ക് പോകുന്ന പേഷ്യൻസിന് എരിത്രോപോയറ്റിൻ ഇല്ല. അപ്പോൾ എരിത്രോപോയറ്റിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. കിഡ്നി ഫൈനൽ സ്റ്റേജ് ഓഫ് ലേറ്റ് സ്റ്റേജ് കിഡ്നി ഡിസീസ് പേഷ്യൻറ്റിന് കിഡ്നിക്ക് എരിത്രോപോയറ്റിൻ ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളത് ആർട്ടിഫിഷ്യലി കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊരു മെയിൻ ഹോർമോൺ ഇൻസുലിനാണ്. ഇൻസുലിൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കിഡ്നിയിൽ ആക്ഷൻ ഉണ്ട്. ഇൻസുലിൻ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സോഡിയം റിട്ടൻഷൻ ഉണ്ടാക്കും. സോഡിയത്തിനെ പിടിച്ചു നിർത്താൻ നോക്കും. പേടിച്ചു നിർത്തുമ്പോൾ എന്ത് പറ്റും? പ്രഷർ വരും. അതുകൊണ്ടാണ് ഡയബറ്റിക് പേഷ്യൻ്റ് വൺസ് മരുന്ന് കഴിക്കാനോ ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാനോ തുടങ്ങുമ്പോഴേക്കും അവർക്ക് പ്രഷർ കൂടും. അപ്പോൾ ഡയബറ്റീസിന് മരുന്ന് കൂട്ടുന്നതനുസരിച്ച് പ്രഷർ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പ്രഷറിൻ്റെ മരുന്ന് കൂട്ടേണ്ടി വരും. കാരണം എന്താ? നമ്മൾ ഈ ടൈപ്പ് 2 ശരിക്കും ടൈപ്പ് 1 ഡയബറ്റീസിൽ മാത്രമേ ഇൻസുലിൻ്റെ കുറവുള്ളൂ. അത് പല ആൾക്കാർക്കും അറിയത്തില്ല, പബ്ലിക്കിന് ഒട്ടും തന്നെ അറിയത്തില്ല. ഈവൻ ഓൾഡ് ജനറേഷൻ ഡോക്ടേഴ്സിന് പോലും ഈ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, നമ്മളൊക്കെ ഒരു 40 or 50 years ഒക്കെ ബാക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഇതൊന്നും അറിയില്ല. നമുക്കിതിൻ്റെ ഒന്നും ബേസിക് മെക്കാനിസംസും ഒന്നും അറിയില്ല. ഇൻസുലിൻ ഉണ്ട്, ഇൻസുലിൻ ഇഞ്ചക്ഷൻ, ഡയബറ്റീസ് ഓർ ഇൻസുലിൻ, അങ്ങനെയുള്ള ഒരു ഡയബറ്റീസിനാണ് ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കാം. ആ ഒരു രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് മോർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. ഇൻസുലിൻ പ്രഷർ കൂട്ടും, പ്രഷർ അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കും, അങ്ങനെ കുറേ മെക്കാനിസംസ് ഉണ്ട് വരുന്നത്. അപ്പം അതാണ് ശരിക്കും ബേസിക്കലി പല ഹോർമോൺസ് എല്ലാം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം തന്നെ പ്രഷറിന് വേണ്ടിയിട്ട് കഴിക്കുന്ന മരുന്നിൻ്റെ എല്ലാം ടാർഗറ്റ് ഈസ് ഒരു പരിധി വരെ ടാർഗറ്റ് കിഡ്നിയാണ്. അല്ലെങ്കിൽ ഈ കിഡ്നിയെ ഈ പ്രഷർ ഈ കിഡ്നി ഉണ്ടാക്കുന്ന റെനിനെ ഡിഫറെൻറ്റ് പാത്വേസ് ഉണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും ആണ് ബ്ലോക്ക് ഉണ്ടാക്കാനാണ് ശരിക്കും നമ്മളുടെ BP വേണ്ടിയിട്ടുള്ള മരുന്നുകളെല്ലാം ശ്രമിക്കുന്നത്. പിന്നെ എല്ലാ മരുന്നുകളും എക്സ്ക്രീറ്റ് ചെയ്യാൻ, അതായത് അതിൻ്റെ മെറ്റബോളിസം കഴിഞ്ഞ് പുറത്തേക്ക് വിടാൻ വിസർജ്യവസ്തുവാക്കി വിടുന്നത് കിഡ്നിയാണ്. അപ്പോൾ എല്ലാ മരുന്നും കിഡ്നിക്ക് വർക്ക്ലോഡ് ഉണ്ടാക്കും, കിഡ്നിക്ക് ദോഷം ചെയ്യും. ഈ വയറിൻ്റെ അസുഖം ഉള്ളവർക്ക് പറയുന്നത് വയറും കിഡ്നിയും തമ്മിൽ ഒരു കണക്ഷനാണ്. അപ്പം വയറിൻ്റെ അസുഖമുള്ളവർക്ക് കിഡ്നിയുടെ കാര്യത്തെപ്പറ്റി എന്താണ് കൂടുതലും മനസ്സിലാക്കേണ്ടത്? വയറിന് അസുഖം എന്ന് പറയുമ്പോൾ അവിടെ ഈ നമ്മളുടെ ഇപ്പം സ്കിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇതാണല്ലോ, കവചമാണല്ലോ. അതുപോലെ ഇൻറ്റേർണലി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വെരി ലോങ് ആണ്, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് അതെല്ലാം ഫോൾഡ് ആയിട്ടാണ്. ഒരു വലിയ സർഫസ് ഏരിയ ഉണ്ട്, സ്കിൻ പോലെയല്ല, മച്ച് ബിഗർ സർഫസ് ഏരിയ ആണ് ഈ ഉള്ളിൽ നമ്മളുടെ ഇൻറ്റസ്റ്റൈന്
നമ്മുടെ ഈ അന്നനാളം, സ്റ്റൊമക്ക്, പിന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈൻ, പിന്നെ റെക്റ്റം ഉണ്ട്. ഇതെല്ലാം കൂടെ കൂടുമ്പോൾ വലിയ ലാർജ് ഏരിയയാണ്. അപ്പം അവിടെ എന്തെങ്കിലും കുരുക്കളോ അൾസറോ ഒക്കെ വരുന്നതാണല്ലോ. എല്ലാ വയറിന് അസ്വസ്ഥത വരുമ്പോൾ അവിടെ എന്തെങ്കിലും കുരുക്കളോ അൾസറോ ഒക്കെ വന്നിട്ടുള്ളപ്പോഴാണ് വയറിന് അസ്വസ്ഥത വരുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ഇൻറ്റസ്റ്റൈനകത്ത് കിടക്കുന്ന നമ്മുടെ സ്കിന്നിനെ പോലെ അത്രയും ക്ലീൻ അല്ല. സ്കിന്നിൽ തന്നെ ബാക്ടീരിയസ് ഉണ്ട്. ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരാം. പക്ഷേ ഈ വയറിനകത്തോ നമുക്കൊരു അൾസറോ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്താ, അതിനകത്ത് മുഴുവൻ ബാക്ടീരിയസ് നമുക്കറിയാം. സ്റ്റൂൾ അൺഹൈജീനിക്കാണ്, ഒമിറ്റസ് നമുക്കറിയാം, നമുക്കതെല്ലാം അൺഹൈജീനിക്കായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങളാണ് ഉള്ളിൽ കിടക്കുന്നത്. അപ്പം ഇത് ഉള്ളിലേക്ക് കയറിപ്പോവും. അപ്പം ഈ ഇതിനകത്തുനിന്നുള്ള അൺഡൈജസ്റ്റഡ് ഫുഡും ബാക്ടീരിയയും എല്ലാം ബ്ലഡിൽ കൂടെ ഉള്ളിലേക്ക് കയറിപ്പോവാം. അപ്പം ഇതിൻ്റെ എല്ലാ ഇമ്പാക്റ്റ് നമുക്ക് കിഡ്നിക്ക് വരാം. ഇൻഫെക്ഷൻ്റെയും ടോക്സിൻസും വയറിനകത്തുള്ള ബാക്ടീരിയസൊക്കെ ഉണ്ടാക്കുന്ന ടോക്സിൻസും എല്ലാം കയറിപ്പോവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, നമ്മളെ കൊളൈറ്റിസും ഒക്കെ ഉള്ളവരുടെ കിഡ്നിയും നെഗറ്റീവ്ലി ബാധിക്കാം. അപ്പം അത് ആണ് ഈ ലീക്കി ഗട്ട് സിൻഡ്രോം എന്നൊക്കെ പറയും. പലപ്പോഴും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും ഈ കാര്യങ്ങളുമായിട്ടും കണക്റ്റഡ് ആണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരും എപ്പോഴും ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം ഉള്ളവരും ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരും ഒക്കെ നമ്മൾ കിഡ്നി ഫങ്ഷൻ നോക്കണം, GFR നോക്കണം, അതുപോലെ പ്രോട്ടീനൂറിയ ഉണ്ട്, ആൽബുമിനൂറിയ നോക്കുക, പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് RBCസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊന്നും മരുന്ന് വെച്ചല്ല നമ്മൾ മാറ്റേണ്ടത്. മരുന്ന് വെച്ച് എന്ത് കഴിച്ചാലും കിഡ്നിക്ക് ഓവർലോഡ് ആകും, അല്ലെങ്കിൽ കിഡ്നിക്ക് സ്ട്രെയിൻ ആണ്. അത് നമ്മളതിൻ്റെ പ്രോബ്ലം കണ്ടുപിടിച്ച് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. ഇപ്പം ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരാണെങ്കിൽ അതിപ്പം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പല ടൈപ്പ് ഉണ്ട്. അങ്ങനെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവർ എന്താണ് അവരുടെ കിഡ്നി സംബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടത്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളപ്പം പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉണ്ടല്ലോ. ഇപ്പം നമുക്ക് ചിലപ്പോൾ സ്കിന്നിലുള്ള സോറിയാസിസും മെക്സിമയൊക്കെ ആവാം, അല്ലെങ്കിൽ റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ആവാം, ഓർ SLE ആവാം. SLE എന്ന് പറയുന്നത് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഏത് സിസ്റ്റം വേണേൽ അഫക്റ്റ് ചെയ്യാം. അതുപോലെ സ്ക്ലീറോഡെർമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിലൊക്കെ കിഡ്നിയെ അഫക്റ്റ് ചെയ്യാം. ഇതിലേത് ഓട്ടോഇമ്യൂൺ ഡിസീസ് വന്നാലും ഇനിഷ്യലി ഇപ്പോൾ കിഡ്നി അഫക്റ്റ് ചെയ്തിട്ടുണ്ടാകുന്നില്ല. പക്ഷെ ടൈം കൂടുന്നതനുസരിച്ച് മറ്റു ഓർഗനിലേക്ക്, കാരണം ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അവരുടെ ബോധം നഷ്ടപ്പെട്ടെന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആരെ ഉപദ്രവിക്കേണ്ടതെന്ന് ആരാണ് ശത്രു ആരാണ് മിത്രം എന്നറിയാൻ മേലാത്തൊരു സ്റ്റേജിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഓൺ സെൽസിനെ ഇത് ചെയ്യുക. ഇപ്പം നമ്മൾ ഓട്ടോഇമ്യൂൺ ഡിസീസിൽ IgA നെഫ്രോപ്പതിയാണ് ഏറ്റവും കോമൺ ആയിട്ട് കിഡ്നിയെ മാത്രമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ നെഫ്രൈറ്റിസ് ഉണ്ട്, കുട്ടികളിൽ വരുന്ന നെഫ്രോട്ടിക് സിൻഡ്രോം, നെഫ്രൈറ്റിസ്, ഇതൊക്കെ ഓട്ടോഇമ്യൂൺ ഗ്രൂപ്പിലാണ് വരുന്നത്. അതിന് പലപ്പോഴും ചിലപ്പം അതിൻ്റെ ട്രിഗർ വരുന്നത് നമ്മളൊരു ടോൺസിലൈറ്റിസ് ആയിരിക്കും. പിള്ളേർക്ക് നമ്മൾ ഈ ചോക്ലേറ്റും ജ്യൂസും ഈ കളറും പ്രിസർവേറ്റീവ്സും ഒക്കെ ഇട്ട് ഒരു സാധനം കൊടുത്ത് അതിൽ നിന്ന് വന്ന് ടോൺസിലൈറ്റിസ്, അവിടെ തുടങ്ങുന്ന ടോൺസിലൈറ്റിസ് ആയിരിക്കും. അപ്പം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ത്രോട്ടിലൊരു ഇൻഫെക്ഷൻ വരും. അതേന്ന് തുടങ്ങുന്നതായിരിക്കും പലപ്പോഴും നെഫ്രൈറ്റിസിലേക്കും കിഡ്നി പ്രോബ്ലംസിലേക്കും എത്തുക. പിന്നെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് ഇവൻ IgA നെഫ്രോപ്പതി, ഇപ്പം IgA അതൊരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടാക്കുന്ന ഒരു IgA എന്നൊക്കെ പറയുന്ന ഒരു അതിൻ്റെ ശരിക്കും പറഞ്ഞ ഡിഫൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോട്ടീനുകളാണ്. അത് പോയി കിഡ്നിയിൽ അടിയാണ് IgA നെഫ്രോപ്പതിയിൽ വരുന്നത്. അപ്പം അതിന് എന്തുകൊണ്ടത് വരുന്നു എന്ന് കണ്ടുപിടിച്ച്, അപ്പം ചിലപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആകാം, ചിലപ്പോൾ നമുക്ക് പറ്റാത്ത ഫുഡ് കഴിക്കുന്നതാകാം, നമുക്ക് ശരീരമായിട്ട് ചേരാത്ത ഫുഡായിരിക്കും പലപ്പോഴും IgA നെഫ്രോപ്പതിയുടെ ഒരു മെയിൻ കാരണം. അപ്പം എത്ര നേരത്തെ അത് കണ്ടുപിടിക്കാവോ അത്ര നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാം. ഇപ്പോൾ SLE പോലെയുള്ളതിലാണെങ്കിൽ തുടക്കത്തിലൊരു കിഡ്നി ഒന്നും അഫക്റ്റ് ചെയ്യണമെന്നില്ല. കുറേ നാൾ ഇമ്മ്യൂണോസപ്രസൻസ് എല്ലാം കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു 10, 20, 15, 20 വർഷം ആകുമ്പോഴേക്കായിരിക്കും റീനൽ ഫെയിലിയറിൽ പോകുന്നത്. അപ്പം അത് അസുഖത്തിൻ്റെ പ്രോഗ്രഷൻ കൊണ്ടും വരുന്നുണ്ട്, ഈ മരുന്നുകളും രണ്ടും ഇമ്പാക്റ്റ് ചെയ്യുകയാണ്. ഇതൊക്കെ കറക്റ്റ്ലി നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നോക്കിയാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ് ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് അത് ഒന്ന് പിടിപെട്ടാൽ പിന്നെ അത് ഇങ്ങനെ പതുക്കെ കൂടിക്കൊണ്ടിരിക്കും. അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാവുന്നതല്ല
എന്നുള്ളതാണ് പൊതുവെ ധാരണ. അതിനെപ്പറ്റി എന്താ അഭിപ്രായം? ജനറലി കിഡ്നി ഡിസീസസിന് മരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ലാസ്റ്റ് ഒരു ഈവൻ ഞാൻ ഈ കിഡ്നിയെക്കുറിച്ച് ഈ ലൈഫ് സ്റ്റൈലും കിഡ്നിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങുന്ന ആ കാലത്തൊക്കെ നമ്മളൊരു റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്താൽ GFR ഒന്നും ലെവൽ കിട്ടാറില്ല നമുക്കെല്ലാം. പക്ഷെ നമ്മൾ മെഡിക്കൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോൾ നമുക്ക് അറിയാം GFR ആണ് ഏർലി സൈൻ ഓഫ്, നമുക്ക് ഏറ്റവും ഏർലി ഡിറ്റക്ട് ചെയ്യാൻ GFR ആണ് നോക്കേണ്ടതെന്നറിയാം. പക്ഷെ ഒരിടത്തും റിപ്പോർട്ട് കിട്ടാറില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം, GFR എന്നും പറഞ്ഞ് എഴുതി കൊടുത്താലേ കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ആ ഒരു ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്, വളരെ കുറച്ച് നാളേ ആയിട്ടുള്ളൂ, ഫ്യൂ ഇയേഴ്സ് ആയിട്ട് അതിന് വ്യത്യാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്നാലും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിക്ക ലാബുകളിലും റിപ്പോർട്ടിൽ സ്റ്റേജ് 3 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അത് അബ്നോർമലായിട്ട് കാണിക്കുള്ളൂ. അതുവരെ നോർമലാണ്. അപ്പം ക്രിയാറ്റിൻ 1.1 1.2 ഒക്കെ നോർമലായിട്ട് കാണിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഏർലി സ്റ്റേജിലൊന്നും പേഷ്യൻറ്റും അറിയുന്നില്ല, ഡോക്ടേഴ്സും അറിയുന്നില്ല. ബേസിക്കലി ഡോക്ടേഴ്സും ഈ റിപ്പോർട്ടൊക്കെ കണ്ടിട്ടാണല്ലോ അറിയുന്നത്. ഈവൻ സ്റ്റേജ് 3 എത്തിയെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാലും ആരും, ഡോക്ടേഴ്സ് ആണെങ്കിലും പേഷ്യൻറ്റിനെ പലപ്പോഴും വാൺ ചെയ്യുകയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് ട്രീറ്റ്മെൻറ്റായിട്ട് മരുന്നൊന്നും കൊടുക്കാനില്ല, എന്തിനാ പിന്നെ പേഷ്യൻറ്റിനെ പേടിപ്പിക്കുന്നത്? അവസാനം 4th സ്റ്റേജും കഴിഞ്ഞ് 5th സ്റ്റേജ് ആയിരിക്കുമ്പോഴായിരിക്കും പേഷ്യൻറ്റിനോട് പറയുന്നത്, കിഡ്നിക്ക്, അല്ലെങ്കിൽ പേഷ്യൻ്റ് തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സ്റ്റേജിലാണ് എനിക്ക് നീരൊക്കെ വന്നെന്ന് പറയുമ്പോഴാണ് നീരിനെ ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്യണമല്ലോ. സിംറ്റമാറ്റിക് അല്ലെങ്കിൽ പലപ്പോഴും മെഡിക്കൽ ഡോക്ടേഴ്സ് ആണെങ്കിൽ പോലും അത് കണ്ടാലും പേഷ്യൻറ്റിനെ വെറുതെ ടെൻഷൻ അടിപ്പിക്കേണ്ട, മരുന്നില്ല, ചികിത്സയില്ലല്ലോ എന്ന് കരുതും. അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഏർലി കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാം, മരുന്ന് വെച്ചല്ല, ലൈഫ് സ്റ്റൈൽ. അത് എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ കിഡ്നി ഡിസീസ് റിവേഴ്സ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കാണും, പിന്നെ മാനേജ് ഇറ്റ് വിത്ത് ഡയാലിസിസ്, പിന്നെ നീര് കുറയ്ക്കാനുള്ള മരുന്ന്, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളേ കണ്ടാവുള്ളൂ. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണ്, നമ്മൾ എത്ര ഏർലി കണ്ടുപിടിച്ചോ, നമ്മൾ സ്റ്റേജ് 1 ലെവലിലാണ് നമുക്ക് തിരിച്ചുകൊണ്ടാകും. ഈവൻ സ്റ്റേജ് 2 ലെവലിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് അത് ഏത് കണ്ടീഷനാണെന്നും കൂടി അനുസരിച്ച് നമുക്ക് നോർമൽ, അതായത് നോർമൽ റീനൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 90, GFR 90ക്ക് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയെന്നിരിക്കും. പക്ഷെ GFR അതൊന്നും നമ്മുടെ ഒരു നോർമൽ കിഡ്നിയുടേതായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം കിഡ്നി ഫംഗ്ഷൻ ഒരു 2 കിഡ്നിയുടെയും കൂടെ ഫംഗ്ഷൻ ഒരു 25% എത്തുമ്പോഴേക്കായിരിക്കും ഈ സ്റ്റേജ് 3ലേക്ക് തന്നെ വരുന്നത്. കാരണം നമ്മൾ ഒരു കിഡ്നി മാറ്റി, അതിലെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്ത പേഷ്യൻറ്റിൻ്റെയും GFR നോർമലായിരിക്കും. സോ ഹാഫ് ദ കിഡ്നി ഉണ്ടെങ്കിൽ പോലും റീനൽ ഫംഗ്ഷൻ നോർമലായിട്ട് തന്നെ കാണിക്കുള്ളൂ. അതിൽ നിന്ന് പിന്നെ ഒത്തിരി, അത് എത്ര ലെവലെന്ന് എനിക്ക് അറിയാൻ മേല, അതിനൊന്നും ഒരു കണക്ക് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ജനറലി ഒരു കിഡ്നി ഉള്ളവരുടെയും GFR നോർമലായിരിക്കും. സോ അത്ര കുറഞ്ഞു പോയാലേ അറിയുള്ളൂ. അപ്പം നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2 ഉള്ളവർ 1ഉം 2ൽ നിന്നും നോർമലിലേക്ക് കൊണ്ടുവരാം, 3 നിന്നാണെങ്കിൽ ഒരു 2ലേക്ക് കൊണ്ടുപോകാൻ പറ്റും, 4ൽ നിന്നാണെങ്കിൽ 3ലേക്ക് കൊണ്ടുവരാൻ പറ്റും. സ്റ്റേജാണ് ഞാൻ പറയുന്നത്. 5 ആണെങ്കിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏർലി 5, അതായത് ക്രിയാറ്റിൻ ഒരു അറൗണ്ട് 4ലൊക്കെ നിൽക്കുവാണെങ്കിൽ ചിലപ്പം ഒരു 3 പോയിന്റിലേക്കൊക്കെ കൊണ്ടുവന്ന് സ്റ്റേജ് 4 റീനൽ ഫെയിലിയറിലേക്ക് എത്തിക്കാൻ പറ്റും. പക്ഷെ ലേറ്റ് ക്രിയാറ്റിനൊക്കെ 8, 9 ഒക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നിർത്തി അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കി, സിംറ്റം ഫ്രീ ആക്കി, മരുന്നുകൾ മാറ്റി കൊടുത്ത് നമുക്ക് കൊണ്ടുപോകാം. മിക്കവാറും ഇവർക്കെല്ലാം കുറേ ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും എല്ലാം മരുന്നുണ്ടാവുമല്ലോ. അപ്പം മരുന്നൊക്കെ മാറ്റി കിഡ്നിക്ക് വേണ്ടിയും കുറച്ച് അതും ഇതുമൊക്കെ കൊടുക്കുന്നുണ്ടാകും. കുറച്ച് ന്യൂട്രാസ്യൂട്ടിക്കൽസ് പോലെയുള്ള മരുന്നുകളൊക്കെ കൊടുക്കുന്നുണ്ടാകും. അതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. യൂഷ്വലി നെഫ്രോളജിസ്റ്റൊക്കെ കൊടുക്കുന്ന അത്തരം ആളാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം മാറ്റി അവർക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ട് നീരും ഒന്നും ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും. അത് ഏത് നിലയിൽ എത്ര ഏർലി കണ്ടുപിടിക്കുന്നു അത്രയും നല്ലത്. അത്രയാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് റിവേഴ്സിലും കിഡ്നിയുടെ ഫങ്ഷൻ പ്രിസർവ് ചെയ്യാനും പറ്റിയിരിക്കും. ശരിക്കും ഈ കിഡ്നി ഡിസീസിൻ്റെ കാര്യം ഇപ്പം ഈ അടുത്ത കാലത്തൊക്കെ ആണെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ അറിയും. അപ്പം അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഉള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഈ കിഡ്നി ഡിസീസും ഹെറിഡിറ്റി അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിലോ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ നേരത്തെ തന്നെ നോക്കണം.
അപ്പോൾ അവരുടെ ചിലപ്പം ലേറ്റ് ആയിട്ടൊക്കെ അറിഞ്ഞതാണ് മിക്കവാറും അത് IgA നെഫ്രോപ്പതി ആയിരിക്കും. ഒന്ന് ഡയബറ്റിസ് കൊണ്ട് വരുന്നത്. ഡയബറ്റിസ് ഹൈപ്പർ ടെൻഷനും ഒക്കെ പിന്നെ അവർ അസുഖം ഉണ്ടായിരുന്നു എന്നറിയാം. പിന്നെ പണ്ട് ഒക്കെ നമുക്ക് ഒരുപക്ഷെ അതും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഒരു ഫാമിലിയിലുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ചെക്കപ്പ് ചെയ്ത് GFR, യൂറിൻ, ബേസിക്കലി റീനൽ ഫങ്ഷൻ ടെസ്റ്റും യൂറിനും നോക്കിയാൽ തന്നെ നമുക്കറിയാം. പിന്നെ അതിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടെ എലാബറേറ്റ് ആയിട്ടുള്ളത് അറിയേണ്ടി വരും. അപ്പോൾ ഒന്നതാണ്. അപ്പോൾ GFR 90ക്ക് താഴെ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കണം, നമ്മളൊരു 3/4 4ൽ 3 ഭാഗം കിഡ്നി പോയിട്ടുണ്ടാവും എന്നുള്ളത് കണക്കാക്കണം. കാര്യം എല്ലാവരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1870 ഒക്കെ വന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ, അന്നേരം ഒരു സിംറ്റം ഉണ്ടാവില്ല, പിന്നെ എന്തിനാ ബോധർ ചെയ്യുന്നതെന്നുള്ളതായിരിക്കും. പിന്നെ ആദ്യമായിട്ട് തുടങ്ങുന്നത് ചിലപ്പോൾ ഇച്ചിരി പ്രഷറായിരിക്കും, ആ പ്രഷറിന് കുറച്ച് മരുന്ന് മേടിച്ച് കഴിക്കും. അതായത് IgA നെഫ്രോപ്പതി ഉള്ളൊക്കെ പേഷ്യൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡയബറ്റീസുകാർക്ക് വേറെ രീതിയിലാണ്, അവർ പിന്നെ ഡയബറ്റീസുമായിട്ട് അതിൻ്റെ മരുന്നും കഴിച്ച് അങ്ങനെ നടക്കും. പിന്നെ ഹാർട്ട് ഡിസീസും പ്രഷറുണ്ടോ അവർക്ക് പിന്നെ ഹാർട്ട് ഡിസീസും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിന് കൊളസ്ട്രോളിന് ഇതെല്ലാം മരുന്നുമായിട്ട് അങ്ങ് കഴിക്കും നടക്കും. GFR കുറഞ്ഞു കഴിഞ്ഞാലും 70 ആയാലും 60 ആയാലും ഒന്നും ആരും ബോധർ ചെയ്യില്ല, ഈ മരുന്നൊക്കെ കഴിച്ച് നടക്കാം. അപ്പം നാച്ചുറലി കിഡ്നിയുടെ ഫങ്ഷൻ നമ്മളെ അസുഖം കൊണ്ടും അതുപോലെ തന്നെ ഈ ആത്രോസ്ക്ലെറോസിസ്, ഹാർട്ട് ഡിസീസ് ഉള്ളവർക്ക് ആത്രോസ്ക്ലെറോസിസ് ഉണ്ട്, കിഡ്നിയുടെ രക്തക്കുഴലുകൾ ബ്ലോക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് മരുന്നും ഈ ഡിസീസും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാച്ചുറലി എൻഡ് റിസൾട്ട് റീനൽ ഫെയിലിയറിലേക്ക് പതുക്കെ സ്റ്റേജ് കൂടി പതുക്കെ പോകുള്ളൂ. തിങ്ക് സ്ലോ ആയിരിക്കും എന്ന് മാത്രം. അപ്പം അതിനകത്തുനിന്ന് മാറണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഫാമിലിയിലുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നേരത്തെ തന്നെ ചെക്ക് ചെയ്യുക. അസുഖം ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കുകയല്ല ചെയ്യേണ്ടത്. മരുന്ന് കഴിച്ചതുകൊണ്ട് നമുക്ക് കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല. മരുന്നിൽ നിന്ന് മാറി, ഇതെല്ലാം ജീവിതശൈലി രോഗത്തിലാണ് വരുന്നത്, അതിനകത്തുനിന്ന് മരുന്നിൽ നിന്ന് മാറി മരുന്ന് നമ്മുടെ അസുഖം റിവേഴ്സ് ചെയ്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് ഒപ്റ്റിമൽ ഹെൽത്തിൽ ഒപ്റ്റിമൽ ഫുഡും ഒപ്റ്റിമൽ എക്സസൈസുമായിട്ട് പോകാൻ നോക്കാം. പിന്നെ ഇതേഴ്സ് ഒരു കണ്ടീഷനുണ്ട് നമുക്കിവിടെ കുറച്ച് ഇവിടെ കുറച്ചൊക്കെ കാണുന്നതാണ് പോളിസിസ്റ്റിക് കിഡ്നി ഡിസീസ് എന്ന് പറയും. കിഡ്നിക്ക് അത് സിസ്റ്റ് വരിക എന്നുള്ളതാണ്. അതൊരു ഫാമിലിയിലാണ്, ഓട്ടോസോമൽ ഡൊമിനൻ്റ്, അതായത് അച്ഛനോ അമ്മയ്ക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൊച്ചിന് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 2 പേർക്കും ഉണ്ടാവണമെന്നില്ല, ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ ഒരു ജീൻ കിട്ടിയാൽ മതി, ഒരു ജീൻ ഉണ്ടെങ്കിൽ മതിയാവും, അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ആണെങ്കിൽ പോലും അവർക്കും കിഡ്നിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടത് വേറൊന്നും അല്ല, ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെ കൂടെ ഒബേസിറ്റിയോ ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മരുന്നുകൂടെ കഴിക്കാൻ തുടങ്ങിയാൽ വളരെ ഫാസ്റ്റായിട്ട് കിഡ്നി ഫങ്ഷൻ പോകും. അപ്പോൾ അവരും ചെയ്യേണ്ടത് അവർക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്ത് അവരുടെ വെയിറ്റും മറ്റസുഖങ്ങളൊന്നുമില്ല, മരുന്ന് കഴിക്കേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കുക. ഈവൻ വല്ല സ്കാനിങ് ഒക്കെ പറയുമ്പം ഡൈ ഇഞ്ചെക്ട് ചെയ്യുന്ന മരുന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള സ്കാനുകളൊക്കെ നിവൃത്തിയില്ലാതെ വരുന്നത് ആവശ്യത്തിന്. കാരണം ജീവിതശൈലി രോഗങ്ങൾക്കായിട്ട് ഇതൊന്നും ചെയ്യേണ്ടതില്ല, ഒരു സ്കാനൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പലപ്പോഴും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പലപ്പോഴും വല്ല ആക്സിഡൻറ്റ് നമുക്കെപ്പോഴും ഒരു വെച്ചേക്കേണ്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്സിഡൻ്റ് ഒക്കെ വന്നപ്പോൾ ബ്രെയിനിനകത്ത് ഹെമറേജ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ചിലപ്പം ഡൈ ഇഞ്ചെക്ട് ചെയ്ത് ഇഞ്ചക്ഷനൊക്കെ വേണ്ടി വരാം. അല്ലാത്ത ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഡൈ ഇഞ്ചക്ഷനും അങ്ങനത്തെ കാര്യങ്ങൾ വരാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ കിഡ്നി ഡിസീസ് വരുന്ന പേഷ്യൻസിൻ്റെ കാര്യത്തിൽ സാധാരണ അതൊരു ഉള്ള ഒരു നോട്ടം ഉണ്ടെങ്കിൽ ആ ജീവിതശൈലി തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്തൊക്കെയായിരുന്നു ഇത് വരാനായിട്ടുള്ള കാരണങ്ങൾ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ഉള്ള ഒരു തിരിഞ്ഞു നോട്ടം എത്രമാത്രം യൂസ്ഫുൾ ആണ്, അത് അവരുടെ ഫ്യൂച്ചർ ട്രീറ്റ്മെൻറ്റിൽ അത് ബെനിഫിഷ്യലാണോ, ഈ ജീവിതശൈലി കറക്ഷനിൽ അത് എത്രമാത്രം ഗുണം ചെയ്യും? ഈ കിഡ്നി ഡിസീസസ് എല്ലാം വരുന്നത് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്കാണ്. അപ്പം ജീവിതശൈലി രോഗങ്ങളാണ് അതിൽ തന്നെ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഒബേസിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ റൂട്ട് കോസായിട്ട് കിടക്കുന്നത്.
അപ്പം ഇതുള്ളവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരുടെ കിഡ്നി പോകും എന്നുള്ളത് ഈവൻ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട്, എന്നാൽ പിന്നെ കിഡ്നിക്ക് സേഫ് ആക്കാമെന്ന് കരുതി ഇൻസുലിൻ ഇഞ്ചക്ഷനിലേക്ക് മാറുന്നവരുണ്ട് പലരും. പക്ഷേ ഇൻസുലിനും കിഡ്നിക്ക് ദോഷം ചെയ്യും. ഇൻസുലിൻ എടുക്കുന്നവർക്കും പ്രഷർ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇമ്മ്യൂണിറ്റിയെ വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ ഒരു മരുന്നും ഇൻക്ലൂഡിങ് ഇൻസുലിൻ ഒരു കാര്യവും എക്സസ് ആകുന്നത് കൊള്ളില്ല. ഇപ്പം ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന ആകെ ശരിക്കും ഒരു സയൻറ്റിഫിക്കലി നോക്കിയാൽ ആകെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ വേണ്ടത് ടൈപ്പ് 1 ഡയബറ്റീസ് പേഷ്യൻ്റാണ്. പക്ഷേ ഇവിടെ പലപ്പോഴും ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെന്ന് കരുതി ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്ന പലരും ടൈപ്പ് 2 ഡയബറ്റീസ് പേഷ്യൻസാണ്. അവർക്ക് ചെറുപ്പത്തിലേ വന്നേ ഉള്ളൂ. ടൈപ്പ് 2 ഡയബറ്റീസ് ആയിരുന്നു, കൊച്ചിലേ വന്നുകൊണ്ട് അവരും തിങ്ക് ചെയ്യുന്നു ടൈപ്പ് 1 ആയിരിക്കുമെന്ന്. അതുപോലും നമുക്ക് മാറ്റാവുന്നതാണ് ശരിക്കും. അപ്പം ബേസിക് പാൻക്രിയാസ് ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസുലിൻ്റെ ആവശ്യമില്ല. ഒരു പ്രഷറിന് നമുക്ക് ലേറ്റ് സ്റ്റേജ് 5 കിഡ്നി പേഷ്യൻസിന് പോലും മിക്കവാറും BP മരുന്നുകൾ കുറച്ചുകൊണ്ട് വരാൻ സാധിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സ്റ്റേജ് 5 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ നമ്മൾ ഫുഡ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് നമ്മുടെ കിഡ്നിയുടെ റിപ്പയറിന് വേണ്ട ന്യൂട്രീഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അതാണ് അവിടെ വരുന്നൊരു പ്രോബ്ലം. അപ്പോൾ ഒരാളും ലേറ്റ് കിഡ്നി ഫെയിലിയറിലേക്ക് പോകേണ്ട വരരുത്. ഇനീഷ്യൽ സ്റ്റേജ് 1 സ്റ്റേജ് 2 വെച്ച് നമുക്കിന്ന് ഈസി ആയിട്ട് ടെസ്റ്റുകളുണ്ട്. അത് കണ്ടുപിടിച്ച് അതിന് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെയാണ് എൻ്റെ കോസ്. അതിന് മരുന്ന് വെച്ച് ട്രീറ്റ് ചെയ്യല്ലേ ഉണ്ട്. മരുന്നില്ലാതെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കറക്റ്റ് ചെയ്ത് റിവേഴ്സ് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പം ലാസ്റ്റ് നമ്മളുടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസിന് എന്തൊക്കെ ടെസ്റ്റാണ് സാധാരണ അവൈലബിൾ ആയിട്ടുള്ളത് അവരുടെ കിഡ്നിയുടെ സ്റ്റാറ്റസ് മനസ്സിലാക്കാനായിട്ട്? കിഡ്നി സ്റ്റാറ്റസ് അറിയാൻ ഒന്ന് റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതിൻ്റെ കൂടെ GFR കൂടെ കിട്ടുമോ എന്നുള്ളത് പ്രത്യേകം ചോദിക്കണം. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് GFR കൂടെ ചോദിക്കുക. GFR 90ക്ക് മുകളിലാണ് യു ക്യാൻ തിങ്ക് ദറ്റ് റീസണബിളി കിഡ്നി ഫങ്ഷൻ കുഴപ്പമില്ല. പിന്നെ യൂറിനി നോക്കണം, മൈക്രോ ആൽബുമിൻ നോക്കുക. പിന്നെ യൂറിൻ റുട്ടീൻ ടെസ്റ്റിനകത്ത് ഇൻഫെക്ഷനോ RBCസോ വല്ലതും ഉണ്ടോയെന്ന്. അപ്പോൾ RBC ഒന്നും കണ്ടാലും സിംറ്റമാറ്റിക് അല്ലെങ്കിൽ പലപ്പോഴും ഡോക്ടേഴ്സ് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുകയില്ല. കാരണം അതിനൊന്നും ഒരു ട്രീറ്റ്മെൻറ്റ് തരാനില്ല. എന്തിനാ ഇനി യൂറിനിൽ കൂടെ ചെറുതായിട്ട് ബ്ലഡ് പോകുന്നുണ്ടെന്ന് പറഞ്ഞ് പേഷ്യൻറ്റിനെ പേടിപ്പിക്കേണ്ടെന്ന് എഴുതി മിണ്ടാതിരിക്കും. പക്ഷേ അതിനൊന്നും മരുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് നമ്മൾ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണെങ്കിൽ അത് ഈ യൂറിനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മിക്കവാറും ഏർലി സ്റ്റേജ് ഓഫ് നെഫ്രൈറ്റിസ് IgA നെഫ്രോപ്പതിയുടെ തുടക്കമാകാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി IgA നെഫ്രോപ്പതി ഉണ്ടോ എന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീനൽ ബയോപ്സി എടുക്കണം. അപ്പോൾ നമ്മൾ വലിയ പ്രോബ്ലം ഒന്നുമില്ല, റീനൽ ബയോപ്സി എടുക്കാനൊന്നും പോകണ്ട. നമ്മൾ വെറുതെ നമ്മൾക്ക് പെയിനും എടുത്ത് കിഡ്നിക്കൊരു സ്ട്രെസ്സും കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യാൻ വില്ലിങ്ങാണ് എന്താണ് യൂറിനിൽ കൂടെ പോകുന്നതെന്ന് നോക്കി പിന്നെ GFR ഡിറ്റീറിയേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മളിവിടെ കോമൺ ആയിട്ട് കാണുന്ന സ്റ്റോണാണ്. കിഡ്നി സ്റ്റോൺ കൊണ്ടും നമ്മൾ റീനൽ ഫെയിലിയറിലേക്ക് വരാം. കിഡ്നി സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റും റീനൽ ഫെയിലിയർ ഉണ്ടാക്കും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അത് ബ്ലോക്ക് ഉണ്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ അത് സ്റ്റോൺ അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ വരാം, അതും കിഡ്നിക്ക് ദോഷം വരാം, പ്രഷർ ഡാമേജ് വരാം. ഇതുകൂടാതെ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ളത് വരാം. പിന്നെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ലിത്തോട്രിപ്സി ആണല്ലോ. അതായത് ഈ ഷോക്ക് വേവ്സ് കൊടുത്തിട്ട് സ്റ്റോണിനെ പൊട്ടിച്ചിട്ട് സ്റ്റോൺ പൊട്ടി ചെറിയ ഒരു 5 മില്ലിമീറ്ററൊക്കെ എത്തിക്കഴിഞ്ഞാൽ അതിനെ തന്നെ പുറത്തേക്ക് വിടാൻ പറ്റും കിഡ്നിക്ക്. അതിനുള്ള ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കിഡ്നിക്ക് ഡാമേജ് വരും. അപ്പം ഞാൻ കാണാറുണ്ട് 4-5 പ്രാവശ്യം ഷോക്ക് വേവ് തെറാപ്പിയൊക്കെ നടത്തിയിട്ടുള്ള പേഷ്യൻസ്. അപ്പോൾ അവർക്ക് അപ്പോഴേക്കും റീനൽ ഫെയിലിയർ എത്തും. അതാണ്. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം തന്നെ കിഡ്നി ഫെയിലിയർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ടൈപ്പ് സ്റ്റോണാണ്, സ്റ്റോണിനെ കുറിച്ച് മനസ്സിലാക്കി അതിന് വേണ്ട ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുക. ചില ഫുഡ് നിങ്ങൾക്ക് പറ്റുന്ന ഈ റീനൽ സ്റ്റോൺ വരുന്നവർക്ക് ചില ഫുഡുകൾ ഒഴിവാക്കാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ചില ജീവിതശൈലിയിൽ ചില ചേഞ്ചസ് വരുത്തി നമ്മുടെ ബോഡി കമ്പോസിഷൻ കറക്റ്റ് ചെയ്ത് എക്സസൈസ് കറക്റ്റാക്കി ഫുഡും കറക്റ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും റീനൽ സ്റ്റോൺ വരുന്നത് ഒഴിവാക്കാൻ പറ്റും. ഒരു പ്രാവശ്യം വന്നു അത് പൊട്ടിച്ച് കളഞ്ഞു, എന്നാൽ ഇനി അടുത്തത് വന്നു കഴിഞ്ഞാലും പൊട്ടിച്ച് കളയാമല്ലോ. അതും പലപ്പോഴും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പലപ്പോഴും കോസ്റ്റ് ഉണ്ടാവില്ല, കാരണം ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും. സോ ആ രീതിയിൽ എടുക്കരുത്. ഓരോ ലിത്തോട്രിപ്സി ഇത് വരുമ്പോഴും നമ്മുടെ കുറേ നെഫ്രോൺസ് പോകുന്നുണ്ടാവും എന്ന് ഓർക്കണം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരുമ്പോഴും ഒക്കെ ഡാമേജിങ് ആണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഫസ്റ്റ് സെഗ്മെൻറ്റ് ഇവിടെ അവസാനിക്കുകയായി.
ഇതിൽ നമ്മൾ എന്തുകൊണ്ട് കിഡ്നി ഡിസീസ് വരുന്നു, എന്താണ് കിഡ്നി ഡിസീസിൻ്റെ പല ടൈപ്പുകൾ, കൂടാതെ അതിൻ്റെ എങ്ങനെ അത് തിരിച്ചറിയാം, അതിൻ്റെ ടെസ്റ്റുകൾ ഒക്കെയാണ് നമ്മൾ കണ്ടത്. അടുത്ത പാർട്ടിൽ സെഗ്മെൻറ്റ് 2-ൽ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കിഡ്നി ഡിസീസിന് ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ആ ട്രീറ്റ്മെൻറ്റ്സിൻ്റെ വിവിധ വശങ്ങളെ പറ്റി ആയിരിക്കും നമ്മൾ കാണുക. നന്ദി.